ഇവരെ കാണുന്നില്ലല്ലോ. മുഹൂർത്ത സമയമാറെ. എല്ലാം റെഡിയാണ? ആ ആ ആ. പോയണ ഇതായിരിക്കണേ, കൊലതായിരിക്കണം. ഇപ്പൊ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനം ആയിട്ടുണ്ടേ. സാധനങ്ങൾ ഇല, കൊല, മലക്കറി. അല്ല മാഷേട്ടാ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞൊന്നും തോന്നില്ല. പറയണേ അങ്ങോട്ട്. എന്താന്നറിയോ, മഹേഷേട്ടന്റെ ഈ നമ്മുടെ മണിച്ചേച്ചിയൊക്കെ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ആദ്യമായിട്ട് വരാന്ന് പറഞ്ഞ ഇതിനു മുമ്പ് ഇവിടെ വേറെ വീടുണ്ടായിരുന്ന? എടി ഈ വിള ഞാൻ വാങ്ങിച്ച് വീട് വെച്ചു. ഇനിയല്ലേ ആദ്യമായിട്ട് ആൾക്കാർ വന്നു തുടങ്ങണത്. അത് ശരിയാ, എന്നാലും അവര് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുവാണല്ലോ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, പറയണേ അങ്ങോട്ട്. മഹേഷേട്ടന്റെ ഒരു അലമ്പ് സ്വഭാവം ഉണ്ടല്ലോ, അത് അവരുടെ മുന്നിൽ കാണിക്കരുത്. ഞാൻ നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കണം നീ കേൾക്കരുത് വേണേ. അവളെ വിളിക്കുന്ന കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. വാ ഇറങ്ങി ഇറങ്ങി. വാ ഇറങ്ങി വാ. അയ്യോ ഇങ്ങനെ നല്ല വിശേഷങ്ങൾ വേണം കാണാൻ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട എന്ത് ഒരു നല്ലൊരു വീടായില്ലേ മഹേഷ്? നല്ല വീട് കേട്ടടി. ഇതെന്തത്? ഇതെന്തോന്ന് കോലം ഇത്? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഇതില് നല്ല വണ്ണം ഉണ്ടായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലോ. തന്നെ. പക്ഷെ ഞാൻ 5 കിലോ കൂടി. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നമ്മളെ ഓർമ്മണ്ടാടി അന്ന് തക്കേട്ടാശുപത്രിയിൽ പെറ്റി കിടക്കുമ്പോ ഞാൻ കണ്ടതാണ്. അയ്യോ എവളങ്ങ് വലുതായി പോയട്ടെ. ഓർമ്മയുണ്ട് തന്നെ പണ്ട് നീ കുട്ടി പാവറായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മള് ജാമ്പക്ക വരയ്ക്കാൻ പോക്ക് കൊന്നി ഗ്രാമ്പുകള് ഓർമ്മയുണ്ടാണ് അതൊക്കെ. രോഹിണി കുഞ്ഞമേരെ കെട്ടി കൊച്ചേ. ഇതാണ് റിങ്കി, മൂത്തവള് ഇവള്. അത് എന്റെ പെങ്ങളാണ്, ഇവളുടെ നാത്തൂൻ. എനിക്ക് മനസ്സിലായില്ല, പരിചയപ്പെടാം. മഹേഷേട്ടാ, പിന്നാണെങ്കിലേ സുഖം കുളിക്കണമെങ്കിൽ കെട്ടിയവൻ കൊണ്ടതുപോലെ എന്നല്ലടി ഒരു മാറ്റം ഇല്ലല്ലോ. അപ്പൊ ഞാൻ അകത്ത് പോയി സാധനമൊക്കെ എടുത്ത് വെക്കേ കേട്ടാ. നമ്മള് അടപ്പായസമൊക്കെ ഉണ്ട് കേട്ടാ, ഇന്ന് വാങ്ങിക്കാം നമുക്ക്. അയ്യോ വന്ന ആളി നിക്കാതെ ഭാഗത്തോട്ട് അല്ല പിന്നെ എടുക്ക് മറ്റേ സാധനം എടുക്ക്. അല്ല ഇത് പാലുകാച്ച വീടല്ലേ, അപ്പൊ എന്താണ് ഇങ്ങനെ നിക്കുന്ന? കേരളത്തോട്ട് ചെരുപ്പൊക്കെ കിടക്കട്ടെ, ഇനിയിപ്പോ ക്ലീൻ ചെയ്യാനുള്ളതല്ലയോ. ബാ കേറ്. എന്തോന്നായത് ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കും. മഹേഷ് അങ്ങോട്ട് പോയി. അത് അകത്തോട്ട് ഇപ്പൊ വരും. എന്തോ എടുക്കുവാ. ഇരിക്ക്. നമ്മള് ഫർണിച്ചറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും, എല്ലാം വരും. വലിയ കട്ടിലൊക്കെയാ മേടിക്കുന്നത്. അല്ല കൊള്ളാം കേട്ടടി. ഞാൻ അവിടെ എടി എന്റെ ഐഫോൺ അവിടെ. അയ്യോ ഫോൺ എവിടെയോ കൊണ്ടുവച്ചു. അയ്യോ പേരെന്തോന്ന് പറഞ്ഞ ഞാൻ മറന്നു ഞാൻ. ചിന്നു. പിന്നെ ആ ഫോൺ തരുമോ? അത് എന്റെ ഫോൺ എവിടെ കൊണ്ടുവച്ചിരിക്കുന്ന അറിയാൻ വയ്യ. അപ്പൊ അതില് നമ്പർ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാമല്ല. തരുമോ? രോഹിണി അങ്ങോട്ട് പോയി. ചേട്ടൻ അവിടെ വെച്ചില്ലേ, അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നത്. എന്നാ ചേട്ടന്റെ ഐഫോൺ കിട്ടിയല്ലേ? കിട്ടി. നിന്റെ ഒരു കാര്യം, ചേട്ടന്റെ ഒരു പോര്യം. അയ്യോ എങ്ങനെയുണ്ട് വീടൊക്കെ? എങ്ങനെയുണ്ട്? നല്ല കളറൊക്കെ കേട്ടോ. അയ്യോ എന്റെ എല്ലാം ഞാനാ കണ്ടുപിടിച്ചല്ല. പച്ച, മഞ്ഞ, നീല, ബ്രൗൺ ഒക്കെ ഉണ്ട്. വളരെ കളർഫുൾ. മഹേഷ് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും? അതൊക്കെ ആര് നോക്കണ? പൈസ അവിടെ നിന്ന് ഉണ്ടാക്കി ഇവിടെ കുറ്റി അടിച്ച് അങ്ങ് ചെയ്ത് സംഭവം അങ്ങനെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്നാലും കടവ് കേട്ടോ, കടവുണ്ട്. ഈ ലീവ് എത്ര നാളെ? ലീവ് 1 മാസം കൂടെ ഉണ്ടെണ്ണ, അത് കഴിഞ്ഞ് അങ്ങ് പോകും. ഞാനാണെങ്കിൽ ഇങ്ങനെ എണ്ണി ഇരിക്കുവാ. അത്രയ്ക്ക് സ്നേഹമാ? അല്ല എന്നാ പോന്നേന്ന് അങ്ങ് പോണ്ടേ? ഇല്ല ഞാൻ പറഞ്ഞില്ലേ എന്നെ കടവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ ഉള്ളു, അത് നമുക്ക് തീർക്കാന്നല്ലേ ഉള്ളു. നീ പോകുന്നുണ്ടോ ഇത്തവണ കൂടെ? എങ്ങനെ പോകും ചേച്ചി? ഇത്രയും വലിയൊരു വീട് കെട്ടിയിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? വീട് നിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ തന്നെ നിക്ക. പിന്നെ അത് തന്നെയല്ല, ഇന്നലെ അണ്ണൻ പോയിട്ട് ഒരു കാർ അങ്ങ് ബുക്ക് ചെയ്ത്. കടവാ. അയ്യോ നീ കാറൊക്കെ ഓടിക്കാൻ പഠിച്ചാ? എനിക്ക് കാർ ഓടിക്കാൻ അറിയാമോന്നോ?
ഗൾഫിലേ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്താണ് ജിം. പക്ഷെ എന്നെ നടന്നു പോവാൻ ഈ ചേട്ടൻ സമ്മതിക്കത്തില്ല. ഞാൻ കാർ എടുത്തുകൊണ്ട് തന്നെ പോണം. ഞാൻ കാറില്ല ജിമ്മിലൊക്കെ പോന്നേ. അയ്യോ അങ്ങ് ഗൾഫിലേട്ടാ. അയ്യോ ഇവളെ ഗൾഫിൽ നമ്മുടെ ഇവിടുത്തെ പോലൊന്നും അല്ല കേട്ടോ. ഇവിടെ വലത് സൈഡിലല്ലയോ മറ്റേ ഈ സാധനമൊക്കെ ഇരിക്കുന്നേ. ആ അതെ, അത് അവിടെ ഇടത് സൈഡിലാ. വിദേശത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലേ? ഞാനോർത്ത് നമ്മുടെ കാറിന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളാരും മിണ്ടാന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ വീടല്ലേ, അവനേട്. ഉരുളയ്ക്ക് പേര്